സപ്ലൈ സൈഡ് പോളിസി വളരെ സിമ്പിൾ ആണ്. ഇപ്പോ മാക്രോ എക്കണോമിക് പോളിസിയിലുള്ള മോണിറ്ററി പോളിസി ആയാലും ഫിസിക്കൽ പോളിസി ആയാലും ഇവിടെ ഗവൺമെന്റ് ആക്ഷൻസ് ത്രൂ എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്? ഇക്കോണമിയിലുള്ള ഡിമാൻഡ് സൈഡ് ആണ്. ഇത് രണ്ടും ഡിമാൻഡ് സൈഡ് എക്കണോമിക്സ് എന്ന് പറയും. എന്താ പറയുക? ഡിമാൻഡ് സൈഡ്. അതായത് മോണിറ്ററി പോളിസി ആണെങ്കിൽ മണി സപ്ലൈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് ജി ഡി പിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഫിസിക്കൽ പോളിസി ആണെന്നുണ്ടെങ്കിൽ ടാക്സേഷനും ഗവൺമെന്റ് സ്പെൻഡിങ്ങും അങ്ങനെ ഇങ്ങനെയും കൺട്രോൾ ചെയ്തിട്ട് എന്താണ് ജി ഡി പിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജി ഡി പിനെ കുറയ്ക്കാം. അതൊക്കെ ഡിമാൻഡ് സൈഡ് എക്കണോമിക്സ് ആ പറയുന്നത്. ഇനി വേറൊരു എക്കണോമിക്സ് ഉണ്ട്, സപ്ലൈ സൈഡ്. ഒരു എക്കോണമിയിൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ആരാ? കൺസ്യൂമേഴ്സ് ആണ് ഡിമാൻഡ് ഉണ്ടാക്കുന്നത്. ഈ ഡിമാൻഡ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരാരാ? ഈ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിമാൻഡ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരാരാ? കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ്സസ്, അല്ലെ? അപ്പൊ സപ്ലൈ സൈഡ് എക്കണോമിക്സ് പറയുന്നത് ഒരു ഇക്കോണമിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഈ സപ്ലൈ സൈഡ് ഇംപ്രൂവ് ചെയ്തിട്ടാണ്. അപ്പൊ സപ്ലൈ സൈഡ് പോളിസി ക്രിയേറ്റ് ഫോക്കസ് ചെയ്യുന്ന എന്താണ്? ക്രിയേറ്റിംഗ് എ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ബിസിനസ്സുകൾക്ക് ഫേവറബിൾ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ടു ഗ്രോ. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇക്കോണമിയുടെ എബിലിറ്റിയും ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്തിട്ട് ഇക്കോണമിനെ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു പോളിസിയാണ് ഏത് പോളിസി എന്ന് പറയുന്നത്? സപ്ലൈ സൈഡ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി സപ്ലൈ സൈഡ് പോളിസി എന്താ പറയുന്നത് മനസ്സിലായോ? ആരെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്? കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ്സുകൾ ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൊവൈഡേഴ്സിനെ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. കുറച്ച് എക്സാമ്പിൾ പറയാം. ഇവരായിരിക്കും പ്രൈവറ്റ് ബിസിനസ്സുകളെയാണ് കേട്ടോ. പ്രൈവറ്റ് ബിസിനസ് ആണ്, ഗവൺമെന്റ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യാന്നല്ല. ഗവൺമെന്റ് സെക്ടറിനേക്കാൾ ഇവര് പറയുന്നത് ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള കുറെ കമ്പനീസ് ഇല്ലേ, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ബിലീഫ് ഉണ്ട്. ഇവര് ബിലീവ് ചെയ്തത് പ്രൈവറ്റ് സെക്ടർ ഇസ് മോർ എഫിഷ്യന്റ് ദാൻ ഗവൺമെന്റിനേക്കാൾ. ഇക്കോണമിയുടെ നീഡ് മീറ്റ് ചെയ്യാൻ അവരാ വേണ്ടതെന്ന്. പബ്ലിക് സെക്ടറിന് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല. ആ ഇക്കോണമിക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പ്രൈവറ്റ് സെക്ടർ ഇസ് ഇമ്പോർട്ടന്റ്. സോറി, കേൾക്കുന്നുണ്ടോ? ഞാൻ നിർത്തിണ്ടായിരുന്നു. അപ്പൊ പ്രൈവറ്റ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യണം. പ്രൈവറ്റ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ടാക്സ്, ഈ പ്രൈവറ്റ് സെക്ടറിന്റെ അടുത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ് റേറ്റ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. കോർപ്പറേറ്റ് ടാക്സ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോഴേ ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ, അവരെ എൻകറേജ് ചെയ്യുള്ളൂ. ബിസിനസിന് ഒരുപാട് ടാക്സ് റേറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ബിസിനസിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ മടിയായിരിക്കും. അപ്പോൾ ബിസിനസിന് ടാക്സ് റേറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഗ്രോ ചെയ്തോളും. സ്റ്റേബിൾ ആൻഡ് ലോ ഇൻഫ്ലേഷൻ ആയിരിക്കണം. ഹൈ ഇൻഫ്ലേഷൻ വരാൻ പാടില്ല. അപ്പൊ എങ്ങാനും ആ എക്കണോമിയിൽ ഹൈ ഇൻഫ്ലേഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇൻഫ്ലേഷനെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഗവൺമെന്റിന് പറ്റൂലേ? ഇപ്പൊ ഞാനിപ്പോ ഇവിടെ സപ്ലൈ സൈഡ് പോളിസി പറയുന്നത്, ആ സപ്ലൈ സൈഡ് പോളിസി നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റ് ഏത് ചെയ്യേണ്ട വരും? മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസിയിലൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇപ്പൊ മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസി ഒക്കെ അതിലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് സപ്ലൈ സൈഡ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ലിമിറ്റഡ് ആയിരിക്കണം. ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കുറയ്ക്കണം എന്നല്ല, ഗവൺമെന്റിന്റെ സ്പെൻഡിങ് എന്താണ്? ലിമിറ്റഡ് ആണ്. ഫിസിക്കൽ ബഡ്ജറ്റ്സ് ഒക്കെ എന്താണ് ഒരുപാട് സർപ്ലസ് ഉണ്ടാക്കുക, ഡെഫിസിറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലായിരിക്കും. ബഡ്ജറ്റ് ബാലൻസ്ഡ് ബഡ്ജറ്റ് ആയിരിക്കണം. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ബഡ്ജറ്റ് ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങും ടാക്സും അതെന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. മാക്സിമം മാച്ച് ചെയ്യാൻ നോക്കാം. സ്പെൻഡിങ് കൂടുകയാണെങ്കിൽ ഏതാണ്? സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ? ഡെഫിസിറ്റ്. സ്പെൻഡിങ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സർപ്ലസ്. അപ്പൊ ഫിസിക്കൽ ബഡ്ജറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അത് സർപ്ലസോ ഡെഫിസിറ്റോ ആവരുത്, അത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റ് സ്പെൻഡിങ്ങിനൊക്കെ ലിമിറ്റ് ചെയ്യും, ടാക്സ് റേറ്റ് ഒക്കെ കുറയ്ക്കും. അപ്പൊ ഒരിക്കലും സർപ്ലസ് ഡെഫിസിറ്റ് എന്ന രീതിയിലേക്ക് വരരുത്. സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണെങ്കിൽ അത് ജി ഡി പിനെ എഫക്ട് ചെയ്യും. ഡെഫിസിറ്റ് ആണെങ്കിലോ ജി ഡി പി നല്ലോണം കൂടും. അത് ചിലപ്പോൾ ബിസിനസ്സുകൾക്ക് നല്ലതായിരിക്കില്ല. ചിലപ്പോൾ എക്കണോമി ഓവർ ഹീറ്റ് ചെയ്യും. ജി ഡി പി നല്ലോണം കൂടിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടും. അതൊന്നുമല്ല. സർപ്ലസും അല്ല നല്ലത്, ഡെഫിസിറ്റും അല്ല നല്ലത്. ഫിസിക്കൽ പോളിസി എങ്ങനെയായിരിക്കണം? സപ്ലൈ സൈഡ് പോളിസിനെ സപ്പോർട്ട് ചെയ്യാൻ ഫിസിക്കൽ പോളിസി എന്തായിരിക്കണം?
ബാലൻസ്ഡ് ഫിസിക്കൽ പോളിസി ആയിരിക്കണം. എന്താണ്? ബാലൻസ്ഡ് ഫിസിക്കൽ പോളിസി ആയിരിക്കണം. എല്ലാം ഒരു ബാലൻസ്ഡ് രീതിയിൽ, ഡിമാൻഡ് സൈഡ് മൊത്തം ഒരു ബാലൻസ്ഡിൽ കീപ്പ് ചെയ്താൽ ബിസിനസ്സുകൾ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ബിസിനസിനെ സപ്പോർട്ടും ചെയ്തു കഴിഞ്ഞാൽ സപ്ലൈ സൈഡ് പോളിസി ത്രൂ എക്കണോമിനെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതാണ് സപ്ലൈ സൈഡ് പോളിസി പറയുന്നത്. ഡിമാൻഡ് സൈഡ് ഒക്കെ ഒരു ബാലൻസ് ആക്കി കീപ്പ് ചെയ്യാം. ഡിമാൻഡ് കൂട്ടാനും നോക്കരുത്, കുറയ്ക്കാനും നോക്കരുത്, ബാലൻസ് കീപ്പ് ചെയ്യാം. ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി ത്രൂ ഡിമാൻഡ്, ജി ഡി പി കൂട്ടാനോ ജി ഡി പി കുറയ്ക്കാനോ ബാലൻസിൽ കീപ്പ് ചെയ്യാം. എന്നിട്ട് ആരെ സപ്പോർട്ട് ചെയ്യാം? പ്രൈവറ്റ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ എക്കണോമിയുടെ നീഡൊക്കെ പ്രോപ്പർ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് പോകും എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് സപ്ലൈ സൈഡ് പോളിസി എന്ന് പറയുന്നത്. അതിൽ പറയുന്നു ഡീറെഗുലേഷൻ, ബിസിനസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ പറയാണ്. ഓക്കെ, ഇൻഡസ്ട്രീസിനെ ഡീറെഗുലേറ്റ് ചെയ്യുക, അവർക്ക് കുറച്ചും കൂടെ ഫ്രീഡം കൊടുക്കുക, ഭയങ്കര റെഗുലേഷൻ, സ്ട്രിക്ട് റെഗുലേഷൻസ് ഒക്കെ കുറച്ച് കുറയ്ക്കുക, റിലാക്സ് ചെയ്യുക. ഈ ട്രേഡ് യൂണിയന്റെ പവർ ഉണ്ട്. ട്രേഡ് യൂണിയൻ പവർ എന്ന് പറഞ്ഞാൽ എന്താ? ആരുടെ പവറാണ്? ട്രേഡ് യൂണിയൻ പവർ വർക്ക് ഫോഴ്സിന്റെ പവറാണ്. യെസ്, ഈ വർക്ക് ഫോഴ്സിന്റെ പവറൊക്കെ ഒന്ന് കുറയ്ക്കാം. വർക്ക് ഫോഴ്സിന്റെ പവർ കൂട്ടിക്കഴിഞ്ഞാൽ, ട്രേഡ് യൂണിയന്റെ പവർ കൂട്ടിക്കഴിഞ്ഞാൽ അവർ പറയുന്ന രീതിയിൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ, ബിസിനസ്സിലേക്ക് എന്താണ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ വലിയ കോസ്റ്റ് വരും. അത് ബിസിനസിനെ ഡള്ളാക്കും. അപ്പൊ ട്രേഡ് യൂണിയന്റെ പവറൊക്കെ എന്ത് ചെയ്യാം? കുറയ്ക്കുക. പല സെക്ടറിലും ഈ ട്രേഡ് യൂണിയന്റെ പവറൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് റെഡ്യൂസ് ചെയ്യാം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഈ പോയിന്റ് ഒക്കെ ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്? കമ്പനീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിസിനസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വർക്ക് ഫോഴ്സിന് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, ക്വാളിറ്റി ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് കിട്ടും. എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ബിസിനസിന്റെ എഫിഷ്യൻസിയും നല്ലത്. ഇനി ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്ന മോർ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാം. ബിസിനസ് പാർക്സ് ആ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാം. ഓക്കെ, ഇനി പുതിയ ബിസിനസിന് കുറെ റെഗുലേഷൻസ് ഒക്കെ, പുതിയ ബിസിനസ്സുകൾക്കുള്ള റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം? ഒന്ന് reduce ചെയ്യാം. അവരുടെ പുതിയ ബിസിനസിന്റെ ആ ഒരു തുടക്കത്തിലുള്ള റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? സപ്ലൈ സൈഡ് പോളിസി പറയുന്നു. സപ്ലൈ സൈഡ് പോളിസി പറയുന്നത്. ഇനി സപ്ലൈ സൈഡ് പോളിസി വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ, സപ്ലൈ സൈഡ് പോളിസി വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഇക്കോണമി എങ്ങനെയായിരിക്കണം? നല്ലോണം ഗ്രോ ചെയ്യുന്ന എക്കോണമിയാണോ അതോ താഴേക്ക് പോകുന്ന എക്കോണമിയാണോ നല്ലത്? ഏതാ നല്ലത്? സ്റ്റേബിൾ എക്കോണമിയാണ് നല്ലത്. എന്താണ്? സ്റ്റേബിൾ ആയിരിക്കണം. സ്റ്റേബിൾ എക്കോണമി എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ആക്കണമെങ്കിൽ ഫിസിക്കൽ പോളിസി എന്താവണം? സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, ഏതാ നല്ലത്? ഫിസിക്കൽ പോളിസി, ബാലൻസ് ചെയ്യണം. ഫിസിക്കൽ പോളിസി ബാലൻസ് ചെയ്യണം. ഫിസിക്കൽ പോളിസി നീഡ് ടു ബി ബാലൻസ്ഡ്. ഗവൺമെന്റ് സ്പെൻഡിങ് ഒക്കെ ടാക്സ് ഇൻകം ആയിട്ട് മാച്ച് ചെയ്യണം, ഡെഫിസിറ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ബിസിനസിനെ എൻകറേജ് ചെയ്യിക്കണമെങ്കിൽ ടാക്സ് റേറ്റ് മിനിമൈസ് ചെയ്യണം. ടാക്സ് റേറ്റ് മിനിമൈസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ സ്പെൻഡിങ് കൂടിക്കഴിഞ്ഞാലോ? ടാക്സ് റേറ്റ് കുറയ്ക്കുന്നതിന് കൂടെ തന്നെ സ്പെൻഡിങ് കൂടിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആവാനും പാടില്ല, ബാലൻസ് കീപ്പ് ചെയ്യണം. ഇപ്പൊ ഗവൺമെന്റ് സ്പെൻഡിങ് ഒന്നും ഒരുപാട് ഉണ്ടാവാൻ പാടില്ല. അതായത് പബ്ലിക് സെക്ടറിലേക്കുള്ള പബ്ലിക് സെക്ടർ സ്പെൻഡിങ് എന്ത് ചെയ്യണം? വളരെ കുറയ്ക്കണം എന്നല്ലോ പറയുന്നത്, ബാലൻസ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ സ്പെൻഡിങ് ഒക്കെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ ഫിസിക്കൽ പോളിസി ബാലൻസ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഇനി മോണിറ്ററി പോളിസി വെച്ചിട്ടും നമ്മൾ എയിം ചെയ്യുന്നത് എന്താ? മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ എൻവയോൺമെന്റ്. നമ്മുടെ എക്കണോമിക് എൻവയോൺമെന്റ് എന്താവണം? സ്റ്റേബിൾ ആവണം. എക്കണോമിക് എൻവയോൺമെന്റ് എന്താവണം? സ്റ്റേബിൾ എൻവയോൺമെന്റ് ആവണം. ഓക്കെ, ബിസിനസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ സ്റ്റേബിൾ എൻവയോൺമെന്റ് ആവണം. ഇനി സപ്ലൈ സൈഡ് അപ്രോച്ച് ആണെങ്കിലും ഏതാണെങ്കിലും ഒരു പ്രശ്നമുണ്ട്. സപ്ലൈ സൈഡ് അപ്രോച്ച് അല്ലെങ്കിൽ സപ്ലൈ സൈഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഉള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ടൈം ഡിലേ എന്ന് പറയുന്ന ഒരു പ്രശ്നം ടൈം ഡിലേ എന്ന് പറയുന്ന പ്രശ്നം. നമ്മൾ കുറെ ഈ പോളിസി ഒക്കെ നമ്മൾ ചെയ്തു, ബട്ട് അതിന്റെ എഫക്ട് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ടൈം ഉണ്ടാവും. നമ്മളിപ്പോൾ പറയുന്ന പല കാര്യങ്ങളും ബിസിനസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സപ്ലൈ സൈഡ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ എഫക്ട് ഒന്നും കറക്റ്റ് ആയിട്ട് വരണം എന്നില്ല. ടൈം ഡിലേസ് വരും. ഇതൊരു പ്രശ്നമാണ്, എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറയാറുണ്ട്. ക്ലിയർ ആണോ? ടൈം ഡിലേസ് വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും.
ഇനി സപ്ലൈ സൈഡ് പോളിസി പറയുന്ന ആരുടെ സപ്പോർട്ട് ചെയ്യണം എന്നാ പറയുന്നത്? ഏത് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത്? പ്രൈവറ്റ് സെക്ടറിന്. പ്രൈവറ്റ് സെക്ടറിനെ സപ്പോർട്ട് ചെയ്യണം. ഈ പ്രൈവറ്റ് സെക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഇക്കോണമിയിലുള്ള എല്ലാവരുടെ നീഡും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ നീഡും അല്ലെങ്കിൽ എല്ലാതും അവർക്ക് ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല? പ്രൈവറ്റ് സെക്ടറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ പ്രൈവറ്റ് സെക്ടറിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാ സൊസൈറ്റീന്റെ നീഡും ആരെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല? പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ സപ്ലൈ സൈഡ് അപ്രോച്ച് മാത്രം വെച്ചിട്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ലിമിറ്റേഷൻ ആണ് പറയുന്നത്. ക്ലിയർ ആണോ? യെസ് Respond. സർ.